സദ്യ ആരുടേതാണ്? നമ്മൾ പറയുമോ കേരളത്തിൻ്റെ ആറന്മുളം ആണ് ഏറ്റവും വലിയ സദ്യ, ആറന്മുള സദ്യ അല്ല ഏറ്റവും വലിയ സദ്യ. സദ്യ കണ്ടുപിടിച്ചത് തന്നെ മഹാരാഷ്ട്രൻ സാർ. അന്നത്തെ സാമൂതിരി മഹാരാജാവ് അദ്ദേഹത്തിന് അടുത്ത നാട്ടുകാരൻ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തണം. ഭയങ്കര രാജാവ് ഭയങ്കര ഇതായിരുന്നു, ആള് അതിഥി സൽക്കാരപ്രിയനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിഥികളെ ഒന്ന് സൽക്കരിക്കണം. ഇനിയിപ്പോൾ എന്താണ്? അപ്പോൾ ഇയാൾ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് അന്യദേശത്തു നിന്ന് ആളുകളെ കൊണ്ടുവരാം. അപ്പം ഇതെങ്ങനെ വിളമ്പ പാത്രങ്ങളില്ല. അപ്പം മന്ത്രിയുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ബുദ്ധിയാണ് വാഴയിലയിൽ വിളമ്പാം. അപ്പം മന്ത്രി സംസ്കൃതത്തിൽ നിന്ന് വാഴയിലയുടെ ഗുണങ്ങൾ കണ്ടുപിടിച്ച് ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് വാഴയിലയിൽ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് സനിഗ്ധ എന്ന് പറയുന്ന സംസ്കൃത വേഡിൽ നിന്ന് സദ്യ എന്ന് പറയുന്ന ആ ഒരു സദ്യ എന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോലും അതിശയപ്പെട്ടിട്ടുണ്ട്. ഞാനും അഹങ്കരിച്ചിരുന്നു സദ്യ എൻ്റെതാണെന്ന്. അപ്പം ഈ സദ്യ പോലും നമ്മുടേതല്ല. നമുക്ക് ആകെയുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായ ഭക്ഷണം, അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഭക്ഷണം അടയാണ്. അടച്ചു വെച്ച് വേവിക്കുന്ന അട എന്ന് പറയുന്ന ഒരു വിഭവം മാത്രമേ കേരളത്തിൽ സ്വന്തമായിട്ടുള്ളൂ.